നാട്ടിലിറങ്ങിയ കരടിയെ പിടികൂടാനായില്ല. ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി പരത്തി കരടിയുടെ വിളയാട്ടം. പീച്ചങ്കോടും കൊമ്മയാടും കരടിയുടെ ഉപദ്രവം. കരടിയെ മയക്കുവെടിവെക്കാനുള്ള നീക്കം ഫലം കണ്ടില്ല. ഞായറാഴ്ച രാത്രി മുട്ടങ്കരയിൽ കണ്ട കരടിയുടെ ഊരുചുറ്റൽ തുടരുന്നു. ഞായറാഴ്ച രാത്രി വള്ളിയൂർക്കാവ്, അടിവാരം, ഡിലേനി ഭവൻ എന്നിവിടങ്ങളിൽ കണ്ട കരടി തിങ്കളാഴ്ച രാവിലെ തോണിച്ചാൽ കണ്ടകർണം കൊല്ലിയിലാണ് നിലയുറപ്പിച്ചിരുന്നത്. തിങ്കളാഴ്ച രാത്രി ദ്വാരക അഗമനച്ചാലിലും കരടിയെ കണ്ടെത്തിയിരുന്നു. പീച്ചങ്കോട് ക്വാറി റോഡിൽ രാജീവിന്റെ വീട്ടിലെ അടുക്കളയിൽ കയറി വെളിച്ചെണ്ണ കുപ്പി എടുത്തുകൊണ്ടുപോവുകയും പീച്ചങ്കോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ പാചകപ്പുരയുടെ സ്റ്റോർ റൂമിന്റെ ജനൽ തകർക്കുകയും ചെയ്തിരുന്നു. കൊമ്മയാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ അടുക്കളവാതിൽ തകർത്ത് വെളിച്ചെണ്ണ കുടിക്കുകയും പഞ്ചസാര തിന്നുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ കരിങ്ങാരി ആരോഗ്യ കേന്ദ്രത്തിന് സമീപം കണ്ടെത്തിയ കരടി ഉച്ചയ്ക്ക് പാലിയണ വയലിലൂടെ കുന്നിൻ മുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 8:30 മണി കഴിഞ്ഞതോടുകൂടി തന്നെ നമ്മൾ തൊഴിലുറപ്പുകാർ അവിടെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ രണ്ട് സ്ത്രീകളുടെ നേരെ എന്താക്കി കരടി ഓടി വന്നു. അപ്പോൾ അവരവിടെ നിന്ന് ഓടി മാറി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ട് രതീഷ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് ലാസ്റ്റ് കരടിനെ കണ്ടത്. അപ്പോൾ അവിടെ ബാക്കി ഇപ്പം ഫോറസ്റ്റുകാരോ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. കരടിക്ക് മയക്കുവെടി വെക്കാനായി RRT സംഘം പുറകെ ഉണ്ടെങ്കിലും ദൗത്യം വിജയിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തരുവണ.